ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഫിസിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മുടെ 8th സ്റ്റാൻഡേർഡിലെ മോഷൻ എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ മോഷനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് എ ബോഡി വിത്ത് ടൈം. അതായത് എന്തായിരുന്നു മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം കഴിയുന്തോറും ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് എന്ത് പറയാം? മോഷൻ എന്ന് പറയാം. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് മോഷനെ പറ്റി കുറച്ചും കൂടി കാര്യം ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ 8th സ്റ്റാൻഡേർഡിലെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ ഒരു ചാപ്റ്റർ നമ്മൾ നല്ല രീതിയിൽ പഠിക്കുന്നതിൻ്റെ മുമ്പ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഓരോ പോർഷൻസും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് ഇക്വേഷൻ ഇൻ മോഷൻ. അപ്പോൾ ഒരു ചെറിയൊരു ഇക്വേഷനാണ്. അത് നിങ്ങൾക്ക് പഠിക്കാൻ നമ്മൾ ആക്സിലറേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വരുന്ന ഒരു ഇക്വേഷനാണ് ഫസ്റ്റ് ഇക്വേഷൻ ഇൻ മോഷൻ. അതൊക്കെ നമുക്ക് പഠിക്കാം. പിന്നെ നമുക്ക് പഠിക്കാനുള്ള പൊസിഷൻ ടൈം ഗ്രാഫാണ്. അപ്പോൾ അത് ഡ്രോ ചെയ്യാനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഇക്വേഷൻസ് ഓഫ് മോഷൻ, അതായത് ആക്സലറേഷൻ കണ്ടുപിടിക്കാനും വെലോസിറ്റി കണ്ടുപിടിക്കാനും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനും ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനും ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ടുള്ളത്. അതായത് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാനാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ഈ വെലോസിറ്റി എന്താ, ആക്സിലറേഷൻ എന്താ, ഡിസ്റ്റൻസ് എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് അറിയാതെ ഈ ഒരു ചാപ്റ്ററിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സെക്കൻഡ് ചാപ്റ്റർ പോലെ തന്നെ തേർഡ് ചാപ്റ്റർ മോഷനുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടേംസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന ഭാഗത്ത് തന്നെ നമ്മൾ ഇതൊക്കെ നമ്മളൊന്ന് ഷോർട്ടാക്കി ഓരോ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം നമുക്ക് ഇന്ന് ഈ ഫസ്റ്റ് ഇക്വേഷൻ ഇൻ മോഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. എന്തായിരുന്നു ഡിസ്റ്റൻസ്, എന്തായിരുന്നു ഡിസ്പ്ലേസ്മെൻറ്റ്? അതായത് ഡിസ്റ്റൻസ് നമ്മൾ പഠിച്ചിരുന്ന കാര്യം എന്തായിരുന്നു? ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു നമ്മളൊരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അതായത് നമുക്കറിയാം ഷോർട്ടസ്റ്റ് പാത്തിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് വിത്ത് ഡയറക്ഷൻ, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി നമ്മൾ ഈ ടോട്ടൽ പാത്തിൻ്റെ മെഷർമെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 12 മീറ്റർ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പം ചെറുതായിട്ട് ഓർമ്മ വന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. വെലോസിറ്റി. എന്താണ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമുക്ക് പറയാം സ്പീഡ് പ്ലസ് ഡയറക്ഷൻ, അതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഈ വെലോസിറ്റീനെ നമ്മൾ വി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ വെലോസിറ്റി കാണാനുള്ളത്. അപ്പോൾ ഈ എപ്പോഴൊക്കെയാണ് വെലോസിറ്റി ഉണ്ടാകുന്നത് എന്നുള്ള ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി പ്രോബ്ലംസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് സ്പീഡ് ചേഞ്ചസ് ബട്ട് ഡയറക്ഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് ഇപ്പോൾ ഈ ഒരു ബസ് ഒരേ ഒരു സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ സ്പീഡ് ചേഞ്ച് ആകുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഈ ബസ് വരുന്ന സമയത്ത് ചെറിയ സ്പീഡിലായിരുന്നു, പിന്നെ പെട്ടെന്ന് അതിൻ്റെ സ്പീഡ് കൂടിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു സ്പീഡോമീറ്ററൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് സ്പീഡിൻ്റെ മെഷർമെൻ്റ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഒരു കേസിൽ എന്തുണ്ട്? വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു സ്ട്രെയിറ്റ് ലൈനിൽ ബസ് മൂവ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് ചേഞ്ച് ആകുന്നുണ്ട്, പക്ഷേ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ വെലോസിറ്റി ഉണ്ട്. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? സ്പീഡ് പ്ലസ് ഡയറക്ഷൻ ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ് ഈ ബസ് മൂവ് ചെയ്യുന്നത്? ഇപ്പോൾ ഈ ബസ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് നോർത്തിലാണെന്ന് വിചാരിച്ചോ, അത് പോകുന്നത് സൗത്തിലേക്കാണെങ്കിൽ അപ്പോൾ നമുക്ക് പറയാം അതിൻ്റെ സ്പീഡിൻ്റെ കൂടെ അതിൻ്റെ ഡയറക്ഷനും കൂടി കാണിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? അതിൻ്റെ വെലോസിറ്റിയാണ്. ഇനിയിപ്പം ബസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിലും അതിനെന്തുണ്ടാവും? വെലോസിറ്റി ഉണ്ടാവും. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്പീഡോമീറ്റർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതായത് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡാണ്. ഇപ്പോൾ ഇത് 30 ആണെന്ന് വിചാരിച്ചോ ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഇത് ഏത് ഡയറക്ഷനിലേക്കാണോ പോകുന്നത്, ഈ സ്പീഡ് പ്ലസ് അതിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നതായിരിക്കും ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്.
അടുത്ത കേസ് എന്ന് വെച്ചാൽ സ്പീഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, രണ്ടും ചേഞ്ച് ആവുന്ന സമയത്തും എന്തുണ്ട്, വെലോസിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയും സ്പീഡ് എന്ന് പറയുന്നത് സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി, എന്താണ് സ്കാലാർ ക്വാണ്ടിറ്റി? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ക്വാണ്ടിറ്റിയാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയാം. മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റിയെ നമ്മൾ എന്ത് പറയും, സ്കാലാർ ക്വാണ്ടിറ്റി എന്ന്. ഇങ്ങനെയാണ് ഏവറേജ് വെലോസിറ്റി, ഏവറേജ് സ്പീഡ് ഒക്കെ കണ്ടുപിടിക്കുക. നമ്മൾ സ്പീഡ് എന്താണ്, വെലോസിറ്റി എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. സ്പീഡ് എന്തായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിരുന്നത്, ഡിസ്റ്റൻസ് ബൈ ടൈം ആയിരുന്നു. അപ്പോൾ ഏവറേജ് സ്പീഡ് കാണാൻ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ ഡിസ്റ്റൻസിന് ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടുന്നതായിരിക്കും. ഇനി ആവറേജ് വെലോസിറ്റി ആണ് നമുക്ക് കണ്ടെത്തണമെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് വെലോസിറ്റി കിട്ടും. എന്തായിരുന്നു ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിളി നമുക്ക് പറയാം, ഒരു കാറ് സ്പീഡപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന, അതിനൊക്കെ നമുക്ക് എന്ത് പറയാം, ആക്സിലറേഷൻ എന്ന് പറയാം. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണ് നടക്കുകയെന്ന് വെച്ചാൽ, ഒരു സ്പീഡ് ചേഞ്ച് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ, ഏതാണോ ഒബ്ജക്റ്റ് ആ ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ചേഞ്ച് ചെയ്യുന്ന, അതായത് നമ്മൾ സ്പീഡും ഡയറക്ഷനും ഒന്നിച്ച് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ആക്സിലറേഷൻ ഉണ്ടാകുന്നതാണ്. ആക്സിലറേഷനെ പറ്റി നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് എക്സാമ്പിളാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരാൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇതുപോലെ ഇങ്ങനെ ഓടുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം സ്ലോ ആയിട്ട് ഓടി, പിന്നെ ഫാസ്റ്റായിട്ട് ഓടി. അപ്പോൾ അവിടെ എന്താണ് അയാൾ പറയുന്നത്, ഐ ആം ആക്സിലറേറ്റിംഗ്. അതായത് ഇവിടെ സ്പീഡ് കൂടുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ആക്സിലറേറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ അതുപോലെ തന്നെ സ്പീഡ് കുറയുമ്പോൾ ഇവിടെ ഇയാൾ എന്താണ്, അയാളുടെ സ്പീഡ് കുറക്കുകയാണ്, അപ്പോഴും ആക്സിലറേറ്റിംഗ് എന്ന് പറയാം. ഇനിയിപ്പോൾ ഒരു ഹണി എന്ന് പറയുന്നത് നമുക്കറിയാം പല ഡയറക്ഷനിലാണ് അത് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അവിടെ എന്താണ്, ആക്സിലറേഷൻ ആണ് നടക്കുന്നത്. അവിടെ എങ്ങനത്തെയാണ്, ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് അവിടെ ആക്സിലറേഷൻ നടക്കുന്നത്. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു കാർ സ്ലോലി മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോ സെക്കൻഡിലും വെലോസിറ്റി ചേഞ്ച് ചെയ്യുകയും പക്ഷേ അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ എന്ന് പറയാം, കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എന്ന് പറയാം. ഈ ഒരു കാർ മൂവ് ചെയ്യുന്ന നോക്ക്, ഓരോ സെക്കൻഡിലും വെലോസിറ്റി ചേഞ്ച് ആകുന്നുണ്ട്. ഇവിടെ നിങ്ങൾ വെലോസിറ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോ സെക്കൻഡിലും വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ ആക്സിലറേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈമിനനുസരിച്ചിട്ട് വെലോസിറ്റി ചേഞ്ച് ചെയ്യുകയും ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നത് കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ ഉള്ള സമയത്താണ്. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈമിനെയാണ് സ്പീഡ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഒരു ഫ്രീ ഫാൾ ഒരു ബോഡി ഫ്രീ ഫാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ബോള് നമ്മൾ മേലെ നിന്ന് താഴോട്ടേക്ക് ഇടുന്നു, അതെന്താണ്, ഒരു ഫ്രീ ഫാളാണ്. ഇനിയിപ്പോൾ ഒരു മരത്തിലുള്ള ഒരു ഫ്രൂട്ട് താഴേക്ക് വീഴുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നത്, ഇതൊക്കെ എന്താണ്, ഫ്രീ ഫാളാണ്. അതായത് ഇപ്പം വേറെ നമുക്ക് പറയാൻ പറ്റുന്ന എക്സാമ്പിളാണ് ആപ്പിൾ വീഴുന്നത്, ബുള്ളറ്റുകൾ വീഴുന്നത്, നിങ്ങളുടെ ചെറിയ സഹോദരൻ ജനാലിൻ്റെ പുറത്തേക്ക് ചാടുന്നത്, ഇതൊക്കെ എന്താണ്, ഫ്രീ ഫാളാണ്. അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം ചലിക്കുന്ന ഒബ്ജക്റ്റുകളെ നമുക്ക് എന്ത് പറയാം, ഫ്രീ ഫാൾ എന്ന് പറയാം. ഈ ഫ്രീ ഫാൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, തെറ്റിദ്ധരിക്കരുത്, മേലെ നിന്ന് താഴോട്ടേക്ക് മാത്രം വീഴുന്ന ഒബ്ജക്റ്റുകൾ മാത്രമാണ് ഫ്രീ ഫാൾ എന്ന് ഉദ്ദേശിക്കുന്നത്. താഴെ നിന്ന് മേലോട്ടേക്ക് എറിയുന്ന ആ ഒരു ഒബ്ജക്റ്റിനും എന്താണ്, ഫ്രീ ഫാൾ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിളൊക്കെ നൽകിയിട്ടുണ്ട്. ആ ടേബിളിലുള്ള ഡാറ്റ ഞാൻ നിങ്ങൾക്ക് ഒരു അനിമേറ്റഡ് വ്യൂവിൽ കാണിച്ചു തന്നിരിക്കുന്നു എന്ന് മാത്രം. അതായത് ഇവിടെ നിങ്ങൾക്ക് വെലോസിറ്റിയുടെ ചേഞ്ചും കോൺസ്റ്റന്റ് ആക്സിലറേഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ആക്സിലറേഷൻ എങ്ങനെയാണ് കാണാം, വെലോസിറ്റി ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആക്സിലറേഷൻ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ബോൾ മേലോട്ടേക്ക് എറിയുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി മേലോട്ടേക്കായിരിക്കും, ആക്സിലറേഷൻ താഴോട്ടായിരിക്കും. ഇനി നമ്മൾ ഈ ബോൾ താഴോട്ടേക്ക് വരുമ്പോൾ വെലോസിറ്റി താഴോട്ടായിരിക്കും, അതുപോലെ ആക്സിലറേഷനും എന്താണ്, താഴോട്ടേക്കാണ് വരിക. ഇനി സ്പീഡിൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മേലോട്ടേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് എന്താണ്,
കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? മേലോട്ടാകുന്ന സമയത്ത് നമ്മൾ മേലോട്ടേക്ക് എറിയുന്ന സമയത്ത് അവിടെ സ്പീഡ് കുറയും. ഇനി മേലെ നിന്ന് താഴോട്ടേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് കൂടും. അപ്പോൾ അത് മനസ്സിലാവാത്തവരൊരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മളിപ്പോൾ ഒരു ബോൾ മേലെ നിന്ന് താഴോട്ടേക്ക് എറിയുന്ന സമയത്ത് അതിന് സ്പീഡ് കൂടുതലായിട്ട് ഫീൽ ചെയ്യാറില്ല. നമ്മളിപ്പോൾ മേലെ നിന്ന് ഇനി താഴെ നിന്ന് മേലോട്ടേക്ക് പോകുമ്പോൾ അതിൻ്റെ സ്പീഡ് എന്താണ്? കുറയും. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു കോണിപ്പടി കയറുന്ന ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മേലെ നിന്ന് താഴോട്ടേക്ക് വേഗത്തിലിറങ്ങും. ഇനി താഴെ നിന്ന് മേലോട്ടേക്ക് പോകുന്ന സമയത്ത് എന്താണ്? അതിൻ്റെ സ്പീഡ് നമ്മൾ കയറുന്ന സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കില്ല. ആ ഒരു കാര്യം ഓർമ്മിച്ചാൽ മതി, ഈ സ്പീഡും വെലോസിറ്റിയും ആക്സലറേഷനും കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ടൈമും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ കണ്ടെത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഡാറ്റ വെച്ചിട്ട് നമുക്കറിയാം 0 ആണ് വരുന്നത്. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 40 m/s ആണ്. അങ്ങനെയാണെങ്കിൽ 4 സെക്കൻഡിലുള്ള ആക്സിലറേഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ്. അപ്പോൾ v-u/t ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ 40 - 0/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 10 m/s ആണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ആക്സിലറേഷൻ കാണുക എന്നുള്ളത്. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ, അതായത് നമുക്ക് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ അറിയാം, a = v-u/t ആണ്. അപ്പോൾ ഈ ഒരു ടീന് നമ്മൾ എയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? at എന്ന് കിട്ടും. at = v-u എന്ന് കിട്ടും. അപ്പോൾ ഈ v-uനെ നമുക്ക് എന്ത് ചെയ്യാം? =at എന്ന് എഴുതാലോ. അതായത് ജസ്റ്റ് ഈ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നിട്ടതാണ്. അപ്പോൾ നമുക്ക് ഫൈനൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? v = അതായത് v ആണ് ഫൈനൽ വെലോസിറ്റി, u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അപ്പോൾ -=ൻ്റെ ഈ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ u+at എന്നാണ് ഫൈനൽ വെലോസിറ്റി കിട്ടുക. അപ്പോൾ ഫൈനൽ വെലോസിറ്റി കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് v = u+at ആണ്. അടുത്തതായിട്ട് നമ്മളൊരു പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു പ്രോബ്ലത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. എ ബോഡി ഈസ് ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി 30 m/s. ഇറ്റ് ഈസ് ഗിവൺ an acceleration 5 m/s². What will be its velocity after 4 seconds? അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കാണാം? അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഡാറ്റയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്നത്? വെലോസിറ്റി തന്നിട്ടുണ്ട്. ഏത് വെലോസിറ്റിയാണ് നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത്? ഇനീഷ്യൽ വെലോസിറ്റിയാണ് നമുക്കിതിൽ തന്നിരിക്കുന്നത്. എത്രയാണ് തന്നിരിക്കുന്നത്? 30 m/s ആണ് തന്നിരിക്കുന്നത്. പിന്നീട് തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ആണ്. ഇവിടെ തന്നിരിക്കുന്ന ആക്സിലറേഷൻ എത്രയാണ്? 5 m/s² ആണ്. അതുപോലെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? 4 മിനിറ്റിൻ്റെ ശേഷം അതിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്? ഫൈനൽ വെലോസിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തായിരുന്നു നമ്മൾ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ? v-u/t ആയിരുന്നു ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. നമ്മളിപ്പം കണ്ടുപിടിച്ചു. ഫൈനൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് u+at ആണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ നമുക്ക് 30 തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ 5 തന്നിട്ടുണ്ട്, ടൈം 4 തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? 30 + 4 × 5, അതായത് 30 + 20 എന്ന് പറയുന്നത് 50 m/s നമുക്ക് ഫൈനൽ വെലോസിറ്റി കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ചിട്ട് അതിൽ തന്നിരിക്കുന്ന ഡാറ്റാസ് എന്ത് ചെയ്യുക? ഒരു സൈഡിലേക്ക് എഴുതി വെക്കുക. എന്നിട്ട് അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നോക്കുക. കെയർലെസ് മിസ്റ്റേക്സ് ആണ് പലപ്പോഴും വരാറ്. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ എല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ആക്സിലറേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ആക്സിലറേഷൻ എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഹയർ ക്ലാസ്സുകളിലൊക്കെ ആവശ്യമാണ് എന്താണ് ആക്സിലറേഷൻ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്നത്. വിച്ച് കാർ ഓർ കാർസ് red, green or blue are undergoing an acceleration? Study each car individually in order to determine the answer.
അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതായത് 3 കാറുകൾ മൂവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെൻ്റ് ആണ്. ഓരോന്നിൻ്റെയും ആക്സലറേഷൻ നോക്കിയിട്ട് അതിനെ ഡിറ്റർമിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ഇൻഡിവിജ്വലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്, ഇവിടെ ഗ്രീനും ബ്ലൂ കാറാണ് എന്ത് ആക്സലറേറ്റ് ചെയ്യുന്നത്. ആക്സലറേറ്റ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്, സ്പീഡ് അപ്പ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു റെഡ് കാർ മൂവ് ചെയ്യുന്നത് എന്താണ്, കോൺസ്റ്റന്റ് സ്പീഡിലാണ്. അപ്പോൾ ആ കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താണ്, സെയിം ഡിസ്റ്റൻസ് ആണ് ഓരോ സെക്കൻഡിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു ഗ്രീൻ കാറും അതുപോലെ തന്നെ ബ്ലൂ കാറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് കൂടുന്നുണ്ട്. അതിൻ്റെ മീനിങ് എന്താണ്, ഇത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓരോ സെക്കൻഡിലും എന്ന് പറയുന്നത് എന്താണ്, ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആക്സലറേഷൻ എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഏത് കാറിനാണ് കൂടുതൽ ആക്സിലറേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു അനിമേഷൻ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ബ്ലൂ കാറിനാണ് കൂടുതൽ ആക്സിലറേഷൻ. കാരണം എന്താണ്, അത് സ്ലോ ആയിട്ട് പോയിട്ട് പെട്ടെന്ന് ഇതിൻ്റെ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വേഗത്തിൽ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ ആക്സിലറേഷൻ എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.